ഹായ് കൂട്ടുകാർ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി മാർബിൾ പെയിൻറ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് അഗ്മേർ എന്ന കമ്പനിയാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാർബിൾ പെയിൻറ് ചെയ്യാം. ഇത് ആമസോൺ വഴിയാണ് അവർ അയച്ചു തന്നിരിക്കുന്നത്. അവരുടെ കമ്പനി ചെന്നൈയിലാണ്. ഒരു കിടിലം മെറ്റീരിയൽ തന്നെയാണ് ഗെയ്സ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് മെറ്റീരിയൽ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ അവരുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി പാക്കിങ്ങും കവറിങ്ങിലൊക്കെയാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ടൂൾസ് കൂടി ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ഗെയ്സ്. നമ്മളിപ്പോൾ സാധാരണ ഒരു ഫ്ലൈവുഡിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടി ഞാൻ പുട്ടിൽ വേണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ സ്കേപ്പർ, ചെറിയ സ്കേപ്പർ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ട്രാവലിനും ചെയ്യാം, ഇതിലും ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ചെറിയൊരു സ്ഥലം ആയതുകൊണ്ട് ഇതുപോലെ ട്രാവലിൽ ചെയ്യുന്നില്ല. പുട്ടിലേട്ടിൽ നമ്മൾ ചെയ്യണം. ഇത് നമ്മൾ ഫസ്റ്റ് തൊട്ട് അപ്ലൈ ചെയ്യണം ഗെയ്സ്. നല്ല മിനുസവും കാര്യങ്ങളും, നല്ല അത്യാവശ്യം കട്ടിയുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്മൂത്താക്കി എടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് തന്നെ ഇവരുടെ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ. മറ്റുള്ള സ്റ്റുക്കോ ഒരു സ്മൂത്ത് ആയിരിക്കും, പക്ഷേ ഇവരുടെ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ, പക്ഷേ നല്ല തിക്കായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇടാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് കോട്ട് ഇട്ടൊരു 3-4 മണിക്കൂറിന് ശേഷം ഞാൻ രണ്ടാം കോട്ട് ഇട്ടു. അതും ഞാനിതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്നിച്ച് കാണിച്ചു പോവാണ്. കാരണം 2 കോട്ട് ഇട്ട് ഉണങ്ങിയതിന് ശേഷം ഇത് നമ്മൾ അടുത്തത് ചെയ്യുന്നതാണ്. നമ്മൾ ഫസ്റ്റേ കാണിച്ചു തരാം. അത്ര മിനുസുണ്ട് കേസ്. അപ്പോൾ ഇത് ബഫ് ചെയ്തെടുക്കുക. ബഫ് ചെയ്ത് നന്നായിട്ട് ഇത് ബഫ് ചെയ്ത് ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഗ്ലെയറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും കേസ്. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, നമുക്ക് ആ ഫോണിൻ്റെ മറ്റേ ഫ്ലാഷ് ലൈറ്റ് പോലും ഇതിൽ തിളങ്ങി കാണുന്നത് കാണാം നിങ്ങൾക്ക് നമ്മുടെ ഫോണിൻ്റെ. അത്ര മനോഹരമാണ്. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് കളർ മിക്സ് ചെയ്തിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. സിമ്പിളായിട്ട് നമ്മൾ നമ്മുടെ അഡ്മയർ പെയിൻറ്റും അതുപോലെ ലേസും കമ്പ്യൂട്ടർ സ്റ്റൈനറായ യെല്ലോ സ്റ്റൈനറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഗെയ്സ് നമ്മളൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ 2 കളറാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ കുറഞ്ഞ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ആണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നോക്കി, നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിലെ വൈറ്റൊക്കെ ഉണ്ട്, എമ്മാതിരി ക്ലൈസിങ് ആണ്, എമ്മാതിരി മിറർ ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. നോക്കാം, വീഡിയോ മുഴുവനായിട്ട് കാണണം. നമ്മൾ 2 കളറാണ്. അടുത്തൊരു കളർ ഇതിൽ മിക്സ് ചെയ്യുന്നത് നമ്മുടെ റെഡാണ്. റെഡ് കമ്പ്യൂട്ടർ സ്റ്റൈനറും അതുപോലെ അഡ്മയർ പെയിൻറ്റ് സ്റ്റുക്കോ മിററും കുറച്ച് മിക്സ് ചെയ്ത് നമ്മളൊരു ഇതിൽ തന്നെ ഫ്ലൈവുഡിൽ തന്നെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെയാണ് മിക്സ് ചെയ്യുന്നത് ഗെയ്സ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ കളർ കിട്ടുമ്പോൾ ഒരു പിങ്ക് ആൻഡ് റെഡ് മിക്സിങ്ങിൻ്റെ സെൻറ്ററിൽ വരുമ്പോൾ വേറെ ലുക്ക് വേറെ തന്നെയാണ് ഗെയ്സ്. അപ്പോൾ ഇതുപോലെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുക. ഇപ്പോൾ അവിടെയൊക്കെ നമ്മളൊന്ന് ഇങ്ങനെ ചെയ്തതിന് ശേഷം നല്ല വലിയ വിലയായിട്ട് വെച്ചൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സ്മൂത്ത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലൊരു പുതിയ ഡിസൈൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മളൊരു ചെറിയൊരു പൊടിക്കൈ കൂടി ഇത് ചെയ്യേണ്ടത്. കളറിലൊരു ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട്, അതെല്ലാം മെയിനായിട്ട് കാണുന്നില്ല, പക്ഷേ ഇതിലൊരു മിക്സിങ്ങിലാക്കി ചെയ്തിട്ട് നമ്മളൊരു അതിനൊരു ഷെയ്ഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി, ഓരോരുത്തരുടെ ഐഡിയ ആണ് കേസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ പോളിഷ് വാക്സ് ഇടുകയാണ്. വാക്സ് ചെയ്ത് ഇടുക, കുഴപ്പമില്ല. നമ്മൾ വണ്ടിക്കൊക്കെ ചെയ്യുന്ന വാക്സുകളൊക്കെയാണ് ഇതിന് നല്ലത്. ഇനി ഇതിന് ശേഷം നമ്മൾ ഇതുപോലെ വളരെ അടിപൊളിയായിട്ട് നമ്മുടെ കാർ പോളിഷ് മെഷീൻ വെച്ചിട്ട് അതിൻ്റെ ക്ലോത്ത് വെച്ച് നന്നായിട്ട് ബഫ് ചെയ്യാണ് ഗെയ്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണ്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എൻ്റെ ഒരു ഷോർട്ടാക്കിയിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ കമ്പനിയുടെ നമ്പർ നമ്മൾ തരും. അതുപോലെ നമ്മൾ വെറുതെ കുറച്ച് സിൽവർ ലീഫ് വെറുതെ ഇട്ടിട്ട് വെറുതെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തൊട്ട് നോക്കിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടി ഒന്ന് നോക്കിയത്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ അല്ലാതെ തന്നെ ഇത് ഭയങ്കര ഗ്ലേസിങ്ങും കാര്യങ്ങളും വന്നതാണ്. പക്ഷേ